ളെ വീണ്ടും ഒരിക്കൽ കൂടി കോഹ്ലിയുടെ ശക്തി നമ്മൾ തെളിഞ്ഞിരിക്കുകയാണ്. ODIയിൽ ന്യൂസിലാൻഡുമായിട്ടുള്ള ഫസ്റ്റ് ODI ഇന്ത്യ 4 വിക്കറ്റ് ജയിച്ചിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ കോഹ്ലി മാത്രമല്ല, നമ്മുടെ തുടക്കം രോഹിത് ശർമ്മ നല്ലൊരു തുടക്കം നൽകി. അതിനുശേഷം ക്യാപ്റ്റൻ ഗില്ല് കുറെ നാളായിട്ട് ഒരു ടെൻഷനിലായിരുന്നു. കാരണം ഒരുപാട് ട്രോളുകളൊക്കെ കവിഞ്ഞ ഒരു സമയത്ത് അദ്ദേഹം 71 ബോളിൽ നിന്ന് 56 റൺസ് എടുത്തു. ഒരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ച ഒരു ഇന്നിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹം കുഴപ്പമില്ല. ശ്രേയസ് അയ്യർ 1 റൺസിന് 49 റൺസിന് 50 നഷ്ടമായിട്ട് അങ്ങനെ നന്നായിട്ട് കളിച്ചു. നമ്മുടെ കോഹ്ലി 7 റൺസിന് സെഞ്ചുറി നഷ്ടമായി. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഹർഷിത് റാണയാണ്. ഹർഷിത് റാണയുടെ ഒരു വില നമ്മളിവിടെ മനസ്സിലാക്കി. നന്നായിട്ട് ബോൾ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം വളരെ കുറഞ്ഞ ബോളിൽ 29 റൺസ് എടുക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് ഏറ്റവും അർഹിച്ച ആ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ആളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈനലി നമ്മളൊരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല അദ്ദേഹം. എങ്കിലും അദ്ദേഹം KL രാഹുൽ തന്നെയാണ്. 29 റൺസ് എടുത്തു. അദ്ദേഹത്തിന് കുറച്ചും കൂടെ മുകളിലേക്ക് സ്ഥാനം കൊടുത്തെങ്കിൽ നമ്മുടെ ഇനിയിപ്പോൾ ഹാർദിക് പാണ്ഡ്യക്ക് വരുമ്പോൾ അങ്ങനെ സ്ഥാനം കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കാം. ഹാർദിക് പാണ്ഡ്യ വന്നു കഴിഞ്ഞാൽ ഒരു ബോളർക്ക് പുറത്ത് നിൽക്കേണ്ടി വരും. വാഷിംഗ്ടൺ സുന്ദറിന് പകരമായിട്ട് ഹാർദിക് പാണ്ഡ്യ വരാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ലോങ് വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ക്രിക്കറ്റ് വിശേഷങ്ങളുമായിട്ട് കാണാം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.